അറഫ, മിന, മുസ്ദലിഫയ്ക്ക് ശേഷം ജഅറാനയിലേക്ക് വന്നതാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്ത പരിശുദ്ധമാക്കപ്പെട്ട സ്ഥലമാണല്ലോ ജഅറാന എന്നുള്ളത്. കാര്യമായ വെയിലുകൾ ഉണ്ടെങ്കിലും പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരും അതൊന്നും വലിയ വിഷയമാക്കാതെ നടന്നു നീങ്ങി. ജഅറാനയിൽ ആദ്യം ഞങ്ങൾ ചെന്നത് ശുഹദാക്കളുടെ മഖ്ബറ സിയാറ ചെയ്യാൻ വേണ്ടിയായിരുന്നു. ഹുനൈൻ യുദ്ധത്തിൽ ഷഹീദായ ശുഹദാക്കളുടെ മഖ്ബറയിൽ ചിലതൊക്കെ ഈ കെട്ടിനകത്ത് ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അള്ളാഹു ആലം. എങ്കിലും നമ്മളെ ഉസ്താദുമാർ നമുക്ക് മുൻഗാമികൾ കാണിച്ചു തന്നതുകൊണ്ട് പ്രിയപ്പെട്ട ഉപ്പമാർക്കും ഉമ്മമാർക്കും അവിടെ നിന്ന് പോയി ഒന്ന് സലാം പറഞ്ഞു ചെറിയ രൂപത്തിൽ ദുആ ചെയ്ത് പോരുക എന്ന ലക്ഷ്യത്തോടെ ഞങ്ങൾ ചെന്നു. അങ്ങനെ അതിനുശേഷം അവിടുത്തെ സിയാറത്ത് കഴിഞ്ഞു. ഞങ്ങൾ നേരെ പോകുന്നത് ജഅറാനയിൽ എന്തെല്ലാം നടന്നു, എന്താണ് ജഅറാനിലെ പ്രത്യേകതകൾ എല്ലാം കൂടെ മനസ്സിലാക്കാൻ വേണ്ടി നടന്ന് നീങ്ങുകയാണ്. സ്വപ്നം സാഫല്യം ഒരുങ്ങാം കൂടെ ഹസന ഹോളിഡേ, വിശ്വാസം സുദൃഢം ഇറങ്ങാം കൂടെ ഹസന ഹോളിഡേ. നിൽക്കുന്നത് ജഅറാന എന്ന് പറയുന്ന പവിത്രമായ ഒരിടത്താണുള്ളത്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാപ്പ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തതിൽപ്പെട്ട പ്രധാനപ്പെട്ട സ്ഥലമാണ് ജഅറാന എന്ന് പറയുന്ന സ്ഥലം. ആ ഒരു സ്ഥലത്താണ് നമ്മളുള്ളത് എന്ന് പറഞ്ഞാൽ ആ ആമുഖം പറഞ്ഞാൽ ഹബീബായ തങ്ങളും സ്വഹാബത്തും വന്നു ഇരുന്നു നടന്നു അവർ ചലിച്ച അവരുടെ സ്പർശനമുണ്ടായ പവിത്രമായ ഒരു ഇടമാണ് ഈ ജഅറാന എന്ന് പറയുന്ന സ്ഥലം. അപ്പോ നമ്മളെല്ലാവരും കേരള ഇസ്ലാമിൽ ഒരുപാട് യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല യുദ്ധത്തിൽ ഇസ്ലാം പരാജയപ്പെട്ടിട്ടുണ്ട്, ഇസ്ലാം വിജയിച്ചുണ്ട്. എന്നാൽ വിജയിച്ച് പരാജയപ്പെട്ട യുദ്ധം ഏതറിയോ? കാർത്തികത്ത് കൊണ്ടു നോക്കി പോയിപ്പിങ്ങനെ മെല്ലെ നോക്കൂ. ഹബീബ് പറഞ്ഞ പോലെ അതായത് ഉഹദ് യുദ്ധം, ഹുനൈനൊക്കെ വമ്പം വിജയമല്ലേ. ഉഹദ് യുദ്ധം ഇതെന്താണ് നമ്മുടെ കാലത്തോ നമുക്കിത് കേട്ട് മറന്നുപോയി. ഇനി അങ്ങോട്ടും നമുക്ക് ഓർക്കാൻ അവസരങ്ങളില്ല. ഇപ്പൊ കിട്ടുന്ന അറിവ് നമ്മൾ പോയി മറന്നു പോകരുത്. ഇതൊക്കെ എവിടെയെങ്കിലൊക്കെ വെറുതെ നോട്ട് വെച്ചോണ്ടേ ഒന്നിലും മുത്തനബിന്റെ വിഷയമല്ല കേട്ടാ. അപ്പോ ഇസ്ലാമില് നല്ല വിജയം ഉണ്ടായിട്ട് പിന്നീട് പരാജയപ്പെട്ട യുദ്ധമാണ് ഉഹദ് യുദ്ധം എന്നുള്ളത്. അത് ഇവിടെ വന്നല്ല, ഞാൻ നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി പറഞ്ഞു. ഇൻഷാ അല്ലാഹ് മദീനത്തുനിന്ന് ഞാൻ വിശദമായി പറയാം കേട്ടാ. ഇവിടെ നമ്മൾ ഹുനൈൻ യുദ്ധത്തെ പറയാൻ വേണ്ടി വന്നതാണ്. ഹുനൈൻ യുദ്ധത്തിൽ ഇസ്ലാമിന് വലിയ വിജയമാണ് ഉണ്ടായത്. ആ വിജയം എത്രത്തോളം ചോദിച്ചാൽ ഇസ്ലാമിന്റെ വിജയത്തിന്റെ ആ ഒരു മഹത്വം പറയുന്നത് കാണാം. ഹുനൈൻ യുദ്ധത്തില് 5000-ഓളം ഒട്ടകങ്ങള്, ഒരുപാട് അടിമ സ്ത്രീകള്, ഒരുപാട് സ്വർണ്ണാഭരണങ്ങള്. അതായത് ഒരു യുദ്ധം പറഞ്ഞാൽ യുദ്ധത്തിന് വരുമ്പോ നമ്മളിപ്പോ നമ്മുടെ മക്കത്തിൽ പോയി നമുക്ക് ഒരുപാട് ജീവിക്കാനുള്ള തയ്യാറെടുപ്പുകൾ വന്നത്. അത് ഇവിടെ വന്ന് പെട്ടെന്ന് എട്ടിന് പോകുന്ന രംഗാലോചിക്ക് എല്ലാം എട്ടിന് പോലെ. ഇതുപോലെ യുദ്ധത്തിന് വരുമ്പോ എല്ലാവരും കൊണ്ട് തയ്യാറായിട്ട് അവർ വരാം. അത് ഇസ്ലാമായി മറ്റേതാണെങ്കിൽ തോൽക്കുന്ന ആളാണ് അവർ ഇട്ടുകഴിഞ്ഞ് ഓർഡർ ചെയ്യുക. അപ്പൊ ഓടിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഗനീമത്ത് എന്ന് പറയുന്നത്. അതൊന്നാണ് ഹലാലാണ്. അപ്പൊ അങ്ങനെ ഹുനൈൻ യുദ്ധത്തിൽ കാര്യമായ വിജയം ലഭിച്ചു. വളരെ സന്തോഷത്തിൽ ഹബീബായ തങ്ങളുടെ സ്വഹാബത്തൊക്കെ തിരിച്ചു നേരെ ജഅറാന എന്ന് പറയുന്ന സ്ഥലത്ത് മുത്തുനബിയെ സ്വഹാബത്തെത്തി. അങ്ങനെ ഈ സമയത്ത് ഈ ഹുനൈൻ യുദ്ധത്തിലെ ഗനീമത്ത് ഇങ്ങനെ വാരിക്കൂട്ടാം. ഗനീമത്ത് വാരിക്കൂട്ടുമ്പോ എല്ലാരും കൂടെ വാരിക്കൂട്ടില്ല, സ്വഹാബത്ത് ചിലർ വാരിക്കൂട്ടാണ്. അതിൽ കണ്ടു ഒരു സ്ത്രീ, അതായത് അടിമസ്ഥനാകുന്ന ഒരു പെണ്ണിനെ കൊണ്ടുവരുമ്പോ ആ പെണ്ണ് കൊതറി. ആ പെണ്ണ് വരെ കൊതറി മാസല്ലേ മലപ്പുറം ഭാഷ പറഞ്ഞ പൊതുവിൽ ഞാൻ മലപ്പുറം ഭാഷ പറയില്ല. അതൊന്നും എന്താണ് ധിക്കാരപൂർവ്വം നിന്ന് സാധാരണ എന്താണ്ടാവില്ല ഒരു അടിമപ്പോൾ വന്ന് കൊടുക്കാണ്ട് ധിക്കാരപൂർവ്വം നിന്നിട്ട് ആ പെണ്ണ് പറഞ്ഞു എന്നെ പിടിക്കുന്നു വേണ്ടാന്ന്. ആ എന്താ പിടിച്ചാല് ഇതൊക്കെ എന്റെ ശൈലിയാട്ടോ. ഇതേപോലെ അന്ന് പറഞ്ഞ കിതാബ് നോക്കിണ്ടാവില്ല. എന്താ പിടിച്ചാല് എന്നെ നിങ്ങൾ പിടിക്കണ്ട, ഞാൻ നിങ്ങളുടെ നേതാവിന്റെ സഹോദരിയാണ്. നേതാവ് പറഞ്ഞ ആരാണ്? ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിന്റെ സഹോദരിയാണ്. മുത്തുനബി സഹോദരി ഉണ്ടോ വല്യമ്മ? ചോദിച്ചപ്പോ നാണക്കളയോ ഉണ്ടോ? വല്യമ്മ ചാണക്കളയോ? എന്നാൽ ഉമ്മ എന്നാ സഹോദരി ഉണ്ടോ? എന്നാ ലക്ഷദ്വീപുകാരി ഹലീമ അല്ലല്ലോ. എന്തുമാ ഇതൊക്കെ എന്താ പറയുക, നമ്മള് ചെറുപ്പ ചില സമയങ്ങളിൽ നമുക്ക് തോന്നും ഉണ്ടോ ഇല്ലേ. അത് ഹലീമ സാരിയ എന്നുള്ളത് മുല കൊടുത്തവരല്ലേ? അവരാരേ?
അതായത് ഹബീബായ തങ്ങൾ പാപ്പ ഇങ്ങനെ സംഭവം കൊണ്ട് പറഞ്ഞു. സ്വഹാബത്ത് തോന്നി എങ്ങനെ നമ്മ നേതാവിന് സഹോദരിയോ അതിപ്പോ ഉണ്ടാവില്ലല്ലോ, സ്വാഭാവികം നമ്മ എല്ലാവർക്കും അങ്ങനെ ചിന്തിക്കാം. അങ്ങനെ എന്തായി ഹലീമത്ത് മുത്തനബിന്റെ അടുത്ത് സ്വഹാബത്ത് വേഗം വന്ന് നബിയെ ഒരു പെണ്ണ് വരുന്നില്ല, പിടിച്ചോട്ട് വരുന്നില്ല. ആ പെണ്ണ് പറഞ്ഞ എന്താ, എന്നെ നിങ്ങൾ പിടിക്കുന്നതാണ്, ഞാൻ നേതാവിന്റെ സഹോദരിയാണ്. മുത്തനബിക്കും സംശയം ഇതിപ്പോ നമ്മളറിയാ സഹോദരികളെന്നല്ല, സ്വാഭാവികമാണ്, കാരണം ഇത് പുരാതന ഹിസ്റ്ററിയ പറയുന്നത്. അങ്ങനെ ഹബീബായ തങ്ങൾ പാപ്പ അവർ നിർദ്ദേശം കൊടുത്തു സ്വഹാബത്തോട് അവരെ കൊണ്ടുവരുമെന്ന്. അങ്ങനെ കൊണ്ടുവന്നു. ചോദിച്ചു തങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് നമ്മ സഹോദരിയാവുന്നത്? അപ്പൊ ഹബീബായ തങ്ങൾ പാപ്പയോട് ആ സഹോദരി പറയുകയാണ്, നബിയെ നിങ്ങൾ ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമ്മളാ മറ്റേ അവന്റെ കുഞ്ഞില്ലേ, നമ്മളാ ചെറിയ കുഞ്ഞില്ല കുഞ്ഞിന്റെ കൂട്ടത്തില്ലേ, അങ്ങനെ ചെറിയ കുഞ്ഞായിരിക്കുമ്പോ മുലയൂട്ടാൻ വേണ്ടി നിങ്ങളെ മക്കയിൽ നിന്ന് നിങ്ങളെ ഹലീമത്തു സഅദിയ എന്ന് പറയുന്ന എന്റെ ഉമ്മ കൊണ്ടുപോയി. അന്ന് എന്റെ ഉമ്മ കൊണ്ടുപോകുമ്പോ ഉമ്മയുടെ മകളായിട്ടുണ്ടായിരുന്ന ഷൈമ എന്ന് പറയുന്നവരാണ് ഞാൻ. മുത്തനബി തന്നെ കേട്ടപ്പോണ്ടല്ലോ അങ്ങനെ എന്ത് ഷോക്കായി പോയി. സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിന്റെ പേര് എപ്പം സ്വലാത്തനുണ്ട, ഞാനിങ്ങനെ പറയുന്ന ഫോൺ വിട്ടുകൊണ്ടാ. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കേട്ടപ്പോ ആ ഷോക്കായി. എന്നിട്ട് ഷൈമ എന്നവർ കയ്യാണ് പൊന്തിച്ച് കാണിച്ചു കൊടുക്കുക, അന്ന് ഹബീബെ നിങ്ങൾ കടിച്ചൊരടയാളാണ്. തൊട്ടില്ലാത്തുന്ന കാലത്ത് ഇപ്പൊ ചെറിയ കുഞ്ഞുങ്ങൾ കടിക്കൂലേ, ഇല്ലെങ്കിൽ ഞാൻ ആ കുഞ്ഞിന്റെ കൂറിലോട്ട് ചോദിച്ചാറിയ ചെറിയ കുഞ്ഞുങ്ങൾ കടിക്കൂലേ രസമായിട്ട്, അന്ന് കടിച്ച അടയാളാണ് ഇതിനെ കാണിച്ചു കൊടുത്ത്. ഇതോടെ ഹബീബായ തങ്ങൾ പാപ്പ വല്ലാത്ത വിഷമവും സന്തോഷവും എല്ലാം കൂടി വന്നി. വിഷമം എന്താ, കാലങ്ങളെ കൊണ്ട് കഴിഞ്ഞ് കണ്ടല്ലേ, അപ്പൊ ഒരു വിഷമം ഉണ്ടാവും, സന്തോഷ വിഷമം. അങ്ങനെ ഹബീബായ തങ്ങൾ പാപ്പ ചോദിച്ചവരോട് നിങ്ങൾ നമ്മ കൂടെ പോരണോ? കാരണം എന്താ, യഥാർത്ഥം ഇവിടെ അടിമായിട്ട് പറഞ്ഞ അവസ്ഥയാണ്, അല്ലെങ്കിൽ നിങ്ങൾ നമ്മ കൂടെ പോരണോ വെച്ച്. അവര് പറഞ്ഞു ഇപ്പോ വരുന്നില്ല തങ്ങളൻ. അങ്ങനെ അവരെന്തായി, നിങ്ങൾക്ക് എന്ത് സഹകരണമാണ് നമ്മൾ ചെയ്തു തരണ്ടേ, കാരണം ഉമ്മാൻ അതായത് ഒറിജിനൽ സഹോദരി മുലയൂട്ട് ബന്ധല്ലേ, അങ്ങനെ എന്ത് ഹെൽപ്പാ ചെയ്തു കൊടുക്കുന്നേ. അങ്ങനെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ തിരിച്ചു പറഞ്ഞയച്ചു. പിന്നീട് ആ സഹോദരി ഇസ്ലാം മതം സ്വീകരിച്ചു എന്നൊക്കെ ചരിത്രം രേഖപ്പെടുത്തി കാണാം. ഏതായാലും ആ ഒരു സംഭവത്തിന് സാക്ഷ്യം വന്ന സ്ഥലമാണെന്ന് പറയപ്പെടുന്നു ഈ കാണുന്ന ജിഅറാന എന്ന് പറയുന്ന സ്ഥലം. ഓക്കെ, ഈ സ്ഥലമല്ല, ആ പള്ളി നിൽക്കുന്ന സ്ഥലമാണ് യഥാർത്ഥത്തിൽ ജിഅറാന എന്നാണ് എന്റെ പരിസരം നടക്കാം. അങ്ങനെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാപ്പയും സ്വഹാബത്തും കൂടെ ഇവിടെ 3 ദിവസം താമസിച്ചു എന്നും അല്ല 17 എന്നൊക്കെ പലയിടങ്ങളിലും പല രൂപത്തിലും രേഖപ്പെടുത്തി കാണുന്നു. ഏതായാലും ഹബീബായ തങ്ങൾ പാപ്പയും സ്വഹാബത്തും ഇവിടെ നിൽക്കുന്ന സമയത്ത് സ്വഹാബത്തിലെ വുളു എടുക്കാൻ വേണ്ടി വെള്ളം തികയാതെ വന്നു. വെള്ളം അതായത് കിണറിൽ വെള്ളമില്ല. അങ്ങനെ സ്വഹാബത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തങ്ങളെ നമുക്ക് വെള്ളമില്ല. സ്വഹാബത്ത് പറയാ കുടിക്കാൻ വെള്ളമില്ല, വുളു എടുക്കാൻ വെള്ളമില്ല. അപ്പൊ ഹബീബായ തങ്ങളുപ്പാപ്പ ഉണ്ടായിരുന്ന കിണറിലാണ് വെള്ളം വറ്റിപ്പോയി. ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു അമ്പെടുത്തുകൊണ്ട് ആ ഒരു കിണറിലേക്ക്, ഈ നിൽക്കുന്ന മതിലിന്റെ നേരെ ബാക്കിലെ കിണറുണ്ട്, ആ കിണർ വൈറ്റ് ഇല്ലാതെ നോക്കൂ, വൈറ്റ് മതിലുണ്ടോ? വേറെ കൊടുത്ത വിഷയമല്ല പറഞ്ഞേ, ഏതോ നാട്ടിലല്ല, നമ്മളെ കയ്യെത്തുന്ന ഒരു വിഷയമാണ്. ഹബീബായ തങ്ങളുപ്പാപ്പ ഒരു അമ്പങ്ങടെ കിണറിലേക്ക് എഴുതും. മനസ്സിലായില്ലേ? ഹബീബിന്റെ ആ ഒരു മുഅ്ജിസത്ത് കൊണ്ട് ആ കിണറിൽ വെള്ളമില്ലാത്ത കിണറിൽ വെള്ളം പൊന്തി 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 വെള്ളം പാകമാവുന്ന രീതി വരെ മുകൾക്ക് വന്നു. തീർന്നില്ല. എത്രത്തോളം ചോദിച്ചാൽ ചരിത്രങ്ങൾ പറയുന്നത് സ്വഹാബത്തിങ്ങനെ എല്ലാവരും ഉപയോഗിച്ച് ഉദൂത്തിന് ശേഷം അവസാനം സ്വഹാബത്ത് തുണി പൊന്തിച്ചിട്ട് ഇങ്ങനെ ആയിരുന്നു നടന്നിയത്. അത്ര അതിനർത്ഥം എന്താ, വെള്ളം ഭൂമിയിൽ ഇങ്ങനെ നിറഞ്ഞമുണ്ടേ, അങ്ങനെ വരെ നടന്നിരുന്നു. അങ്ങനെയുള്ള ഹബീബിന്റെ മുഅ്ജിസത്ത് നടന്ന മഹത്തായ കിണറാണ് ഈ കിണർ. ആ കിണറിലെ വെള്ളം കുടിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പക്ഷെ ഇപ്പം കിട്ടൂല, വെള്ളം നോട്ട് അലൗഡാണ്. അതാ അവസ്ഥ, എന്ത് ചെയ്യാനാ? ഏതായാലും ആ കിണറിലെ വെള്ളം നമുക്ക് ആർക്കും ഇല്ല. അത് പറഞ്ഞുകൊണ്ടുവന്നത് ചിലർ പറഞ്ഞേക്ക് അപ്പുറത്ത് വെള്ളമുണ്ട്, പൈപ്പ് ഇതിന്റെ വെള്ളം അങ്ങനൊന്നുമില്ല കേട്ടോ. അങ്ങനൊന്നും നമ്മൾ ഉസ്താദ്മാർ പറയുന്നില്ല. എന്നാലും പറഞ്ഞു അപ്പുറത്ത് വെള്ളം ഇതിന് തന്നെ വെള്ളം. ഈ കിണർ ഓൾറെഡി എന്താണ്, ക്ലോസ് ആണ്. മനസ്സിലായില്ലേ? അത് മെയിൻ കാരണം എന്ന് വെച്ചാല് നമ്മുടെ ഈ പാകിസ്ഥാനികളൊക്കെ വരുന്നത് ചുമരൊക്കെ ഇങ്ങനെ വളർത്തിയത് കാബനൊക്കെ ഇല്ലെന്ന് എങ്ങനെ എടുത്തെടുത്തുള്ളൂ. അങ്ങനെ കൊണ്ട് മൊത്തം ക്ലോസ് ആക്കി. ഹബീബായ തങ്ങൾ പാപ്പാന്റെ വീട്ടിലേക്ക് പണ്ട് പ്രവേശനം ഉണ്ടായിരുന്നു ഹറമിന്റെ ബാക്ക്. ഇന്ന് അതുമില്ല, എന്ന് പറഞ്ഞാൽ ദൂരത്തുനിന്ന് കാണാം. അപ്പൊ അതുകൊണ്ട് ഈ കിണർ ഇപ്പൊ നമുക്ക് ഇങ്ങനെ കാണാം. നമുക്ക് ഇവിടെ സ്വഹാബ് നടന്ന സ്ഥലമാണ്, ഹബീബ് നടന്ന സ്ഥലം എല്ലാം മനസ്സിലാക്കാം. ഓക്കെ, ഇനി ഈ സ്ഥലത്ത് ജിഅറാന എന്ന് പേര് വരാനുള്ള കാരണം, ജിഅറാന എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുടെ പേരായിരുന്നു. അത്ര ഒരു ഭ്രാന്തിയായ പെണ്ണിന്റെ പേരാണെന്ന് പറയപ്പെടുന്നു. ഏതായാലും ആ പെണ്ണിന്റെ സ്ഥലമായിരുന്നു ഈ സ്ഥലം. ഇത് നമ്മൾ നേരത്തെ കബർസ്ഥാനം ചെയ്യില്ല, അതിന് ഇപ്പുറത്തൊരു സ്ഥലം ഉണ്ട് എന്നാ പറയുന്നത്. അല്ലാഹു ആലം, ഏതായാലും വ്യക്തമായി അറിയില്ല. ഏതായാലും ഇവിടെ ഹുനൈൻ യുദ്ധത്തിൽ ഷഹീദായ ശുഹദാക്കൾ, അതായത് യുദ്ധം കഴിഞ്ഞു വന്ന് രോഗം മൂർച്ഛിച്ചുകൊണ്ട് ഷഹീദായ ശുഹദാക്കൾ,
അപ്പൊ അവർ എവിടെ കബറടക്കം ചെയ്യും എന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ ജഹറാന എന്ന് പറയുന്ന അതായത് സ്വഹാബത്ത് നബി ഇവിടെ സ്ഥലമുണ്ട്, അതൊരു പെണ്ണിന്റെ ഭ്രാന്തിയായ പെണ്ണിന്റെ ആ പെണ്ണിന്റെ ജോലി ഉണ്ടാകുക. രാവിലെ ആയി കഴിഞ്ഞാൽ ആ പെണ്ണ് ഒരുപാട് ഇങ്ങനെ എന്ത് ചെയ്യും, ഈന്തപ്പന ഓലെ കൊണ്ട് പായകൾ മുടഞ്ഞുണ്ടാക്കും. ചിലയിടങ്ങളിൽ ഇങ്ങനെ ആ കയറുകൾ ഇങ്ങനെ മുടഞ്ഞുണ്ടാക്കും. എന്തായാലും മുടയുന്ന ആ ഒരു പ്രക്രിയ നമ്മൾ മുടി മുടയില്ല അതിന്റെ. വൈകുന്നേരമായി കഴിഞ്ഞാൽ വീണ്ടും അതുപോലെ അയക്കും, പിന്നെ അടുത്ത ദിവസം വീണ്ടും കിട്ടും, അതുപോലെ ആകും. അതായത് ഭ്രാന്തിയായ പെണ്ണം. ആ പെണ്ണിന്റെ ആണെന്ന് പറഞ്ഞു. ഹബീബായ തങ്ങൾ പാപ പെണ്ണിനെ വിളിക്കാൻ പറഞ്ഞു. പെണ്ണ് വന്നു. ഹബീബായ തങ്ങൾ ആ പെണ്ണിനോട് ചോദിച്ചു, നിങ്ങൾ ആ സ്ഥലം നമുക്ക് തരുവ. തങ്ങളുടെ സഹോദരി പറഞ്ഞു, നബിയെ ഞാൻ രോഗിയാണ്, എന്റെ രോഗത്തിന് വേണ്ടി അങ്ങ് ശിഫായിന് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ ഹബീബായ തങ്ങൾ പാപ്പ എന്തായി അങ്ങ് പ്രാർത്ഥിച്ചു കൊടുത്തു, രോഗം മാറി. ആ പെണ്ണ് കൊടുത്ത സ്ഥലമാണ് അവിടെയുള്ള ഈ സ്ഥലം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ജഹറാന എന്ന് പേര് വരാൻ കാരണം. ജഹറാനത്തിന് ഒരു പെണ്ണിന്റെ പേരായിരുന്നു കേട്ടോ. അങ്ങനെ ജഹറാനയിൽ നിന്ന് ഉംറക്ക് ഇഹ്റാം ചെയ്തു. ഞങ്ങൾ നേരെ പരിശുദ്ധമായ ഹറമിലേക്ക് പോയി. പ്രിയമുള്ളവരെ, നമ്മുടെ വീഡിയോ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്കും മറ്റും അയക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ തീർച്ചയായും മറുപടി അയക്കുന്നതായിരിക്കും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണമെന്ന് അഭ്യർത്ഥനയോടെ. അസ്സലാമു അലൈക്കും.